ഹരി ഓം. ദശകം 8 ശ്ലോകം 11. തദേതദംഭോരുഹ കുട്മളം തേ കളേബരാത്തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിഃ സ്വദാമഭിർധ്വാന്തമലം നികൃന്തത്. പദച്ഛേദം. തത് ഏതത് അംഭോരുഹ കുട്മളം തേ. തദേതദംഭോരുഹ കുട്മളം തേ. തത് ഏതത് അംഭോരുഹ കുട്മളം തേ. തദേതദംഭോരുഹ കുട്മളം തേ കളേബരാത് തോയപഥേ പ്രരൂഢം. കളേബരാത് തോയപഥേ പ്രരൂഢം ബഹിഃ നിരീതം. ബഹിർനിരീതം പരിതഃ സ്ഫുരദ്ഭിഃ. പരിതസ്ഫുരദ്ഭിഃ. ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിഃ സ്വധാമഭിഃ ധ്വാന്തം അലം നികൃന്തത്. സ്വധാമഭിർധ്വാന്തമലം നികൃന്തത്. സ്വധാമഭിർധ്വാന്ത മലം എന്ന് വായിക്കരുത്. ധ്വാന്തം പ്ലസ് അലം, ധ്വാന്തമലം. മായുണ്ടവിടെ, പക്ഷെ ധ്വാന്ത എന്ന് നിർത്തിയേച്ച് മലം എന്ന് വായിക്കരുത്. സ്വധാമഭിർധ്വാന്തമലം നികൃന്തത്. തദേതദംഭോരുഹ കുട്മളം തേ കളേബരാത്തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിഃ സ്വധാമഭിർധ്വാന്തമലം നികൃന്തത്. ശ്ലോകം 11 അന്വയവും അർത്ഥവും നോക്കാം. തത് ഏതത് അംഭോരുഹ കുട്മളം. ആ ജഗത്കാരണമായ ഈ താമരമൊട്ട് തേ കളേബരാത്തോയ പഥേ പ്രരൂഢം. അപ്പം അവിടുത്തെ ശരീരത്തിൽ നിന്ന് വെള്ളത്തിനുള്ളിൽ അങ്കുരിച്ച്, എന്നുവെച്ചാൽ ശരീരത്തിൽ നാഭിയിൽ നിന്നാണ് വന്നത്. നാഭിയിൽ നിന്നിങ്ങനെ വന്നിട്ട് ആ വെള്ളത്തിനുള്ളിൽ നിന്നും അതിങ്ങനെ മുകളിലേക്ക് അങ്കുരിച്ച് ബഹിഃ നിരതം, വെള്ളത്തിന് വെളിയിലും ഉയർന്നു വന്നു. പരിതസ്ഫുരദ്ഭിഃ സ്വധാമഭിഃ. എന്നിട്ടോ പരിതസ്ഫുരഭി, നാലുപാടും പ്രകാശിക്കുന്ന തൻ്റെ ദീപ്തികളാൽ സ്വധാമഭിഃ, ആ താമരമൊട്ടിൻ്റെ ആ ഭംഗിയാൽ അതിങ്ങനെ പ്രകാശിച്ചു. ധ്വാന്തം അലം നികൃന്തത്, ആ കൂരിരുളിനെ തീരെ ദൂരീകരിച്ചു. അതാണ് അവിടെ ആ കൂരിരുളിനെ തീരെ ഇല്ലാതാക്കി പ്രകാശമയമാക്കി. അതാണ് ധ്വാന്തം അലം നികൃന്തത്. ആ മലം എന്ന് വായിക്കരുത്, അലമാണ്. അലം നികൃന്തത്, കൂരിലിനെ തീരെ ദൂരീകരിച്ചു. ഇപ്പോൾ ആ താമരമൊട്ട് അവിടുത്തെ ശരീരത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്ന് വെള്ളത്തിന് വെളിയിലും വന്നിട്ട് ആ നാലുപാടും പ്രകാശിക്കുന്ന തൻ്റെ ആ ദീപ്തികളാൽ കൂരിരുട്ടിനെ തീരെ ഇല്ലാതെയാക്കി.